നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരിയിൽ നടന്ന സമ്മേളനം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 13ാമത് ചരമവാർഷികം ആചരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ട് തടാകത്തിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ബോട്ടിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തൊടുപുഴയിലെ മാലിന്യ നിർമ്മാർജ്ജന രംഗം തകർന്നെന്ന UDF കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചത് മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുന്നതെന്നും ജോസഫ് ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാടകം ക്രിസ്മസ് ആഘോഷത്തിൽ. വിവിധ വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. PT തോമസിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുരിക്കാശ്ശേരിയിൽ നടന്ന സമ്മേളനം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിരുന്ന PT തോമസിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി ബാങ്ക് ഹാളിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന PT അനുസ്മരണ സമ്മേളനം PT തോമസിന്റെ സഹധർമ്മിണിയും തൃക്കാക്കര MLAയുമായ ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. PT എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലൂടെ മാത്രമാണ്. ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടിയവർ ഒരുപാട് അനവധി വേറെയുണ്ട്. പക്ഷേ PTക്ക് അതിന് മുന്നിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ ആരും വ്യത്യസ്തരല്ല. ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനവും വഹിക്കാത്ത അനേകര് ഇതിന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പ്രസ്ഥാനം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ ചിലർക്കൊക്കെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മനം മടുത്ത് മാറി നിൽക്കുന്നവരുണ്ട്. ചിലരെല്ലാം സ്ഥാനങ്ങളിൽ കയറിപ്പറ്റിയവരുണ്ട്. പക്ഷേ സ്ഥാനങ്ങളല്ല, അതിനേക്കാൾ ഉപരി പ്രസ്ഥാനത്തെ സ്നേഹിച്ചവരാണ് ഇതിൽ കൂടുതൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ K ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവായ ജെയിംസ് അധികാരം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, മറ്റു നേതാക്കളായ തങ്കച്ചൻ കാരക്കാവയിലിൽ, അഡ്വക്കേറ്റ് KK മനോജ്, വിജയകുമാർ മറ്റക്കര, മിനി ഷാജി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മുതിർന്ന ചില കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസ്. തുടർന്ന് മണ്ഡലം കമ്മിറ്റി ഓഫീസായ PT ഭവന്റെ ഉദ്ഘാടന കർമ്മവും ഉമാ തോമസ് MLA നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉയർന്ന ചിന്തയും പരന്ന വായനയും ഉന്നതമായ ജീവിത മൂല്യങ്ങളും വെള്ളം ചേർക്കാത്ത നിലപാടുകളുമായി കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു PT തോമസ് എന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ശവഘോഷയാത്ര നടത്തുന്നത് കാണേണ്ടി വന്നിട്ടും താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കൈവിടാത്ത നിലപാടുകളുടെ രാജകുമാരൻ ആയിരുന്നു PT എന്നും തോമസ് രാജൻ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കട്ടപ്പനയിൽ നടത്ത PT തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഉയർന്ന ചിന്തയും പരന്ന വായനയും ഉന്നതമായ ജീവിത മൂല്യങ്ങളും വെള്ളം ചേർക്കാത്ത നിലപാട്ടുകളുമായി കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു PT തോമസ് എന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ശവഘോഷയാത്ര നടത്തുന്നത് കാണേണ്ടി വന്നിട്ടും താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കൈവിടാത്ത നിലപാടുകളുടെ രാജകുമാരനായിരുന്നു PT എന്നും തോമസ് രാജൻ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കട്ടപ്പനയിൽ നടത്തിയ PT തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശീലവും സ്വഭാവവും അത് തന്നെയായിരുന്നു.
തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയേണ്ട സമയത്ത് ആരുടെ മുഖത്ത് നോക്കിയും ആരുടെ മുഖത്തും കൂടി പറയാം. അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അസാമാന്യമായ കഴിവ്, ഒരു കഴിവ്, അസാമാന്യമായ കഴിവ്. ആ കഴിവാണ് പി.ടി. തോമസിനെ കേരള സമൂഹം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പേരിട്ട് വിളിക്കാൻ ഇടയാക്കിയത് എന്ന് സൂചിപ്പിക്കാൻ കഴിഞ്ഞ അവസരമായി. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ചരൽക്കുന്നിൽ വെച്ച് KSU ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ആദ്യം പി.ടി. തോമസിനെ ഞാൻ പറ്റിയത്. തീപ്പൊരി പ്രസംഗമായി ക്യാമ്പിനകത്തിരുന്നപ്പോ തീപ്പൊരി പ്രസംഗവുമായി പ്രസംഗിക്കുന്ന പി.ടി. തോമസ് നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള സ്വാധീനം ഉറപ്പിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാനിപ്പോഴും ഓർക്കുക. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാലം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് എന്നും വളരെ സന്തോഷപൂർവ്വം ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. തന്റെ നിലപാടുകളുടെ പേരിൽ പാർട്ടിയിൽ അനഭിമതനായിട്ടും സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടും ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ തള്ളിപ്പറയാത്ത നേതാവായിരുന്നു PT എന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മനോജ് മുരളി, ജോയി പൊരുന്നോലി, ഷൈനി സണ്ണിച്ചെറിയാൻ, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, KA മാത്യു, AM സന്തോഷ്, രാജൻ കാലച്ചിറ, ഷമേജ് K ജോർജ്, KS സജീവ്, ബീന ടോമി, IB മോൾ രാജൻ, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, PJ ബാബു, റൂബി വേഴാമ്പത്തോട്ടം, KD രാധാകൃഷ്ണൻ നായർ, CM തങ്കച്ചൻ, രത്നമ്മ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 13ാമത് ചരമവാർഷികം ആചരിച്ചു. പുതിയൊരു വികസന സങ്കല്പത്തിന് തുടക്കം കുറിച്ച നേതാവായിരുന്നു ലീഡർ K കരുണാകരൻ എന്നും അതിനുദാഹരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളവും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും എന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PJ അവര അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 13ാമത് ചരമവാർഷികം ആചരിച്ചു. പുതിയൊരു വികസന സങ്കല്പത്തിന് തുടക്കം കുറിച്ച നേതാവായിരുന്നു ലീഡർ K കരുണാകരൻ എന്നും അതിനുദാഹരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളവും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും എന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരിച്ചു. ജനങ്ങളെ എപ്പോഴും മനസ്സിൽ താലോലിച്ചു നിർത്തിയ K കരുണാകരന് പാർട്ടി പ്രവർത്തകനേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നും ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ K കരുണാകരൻ്റെ ഒരു അഭാവം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വിടവ് നികത്താനാവാത്ത വിടവായി അവശേഷിക്കുന്നു. പ്രതിസന്ധികളിൽ പാർട്ടിയുടെ രക്ഷകനാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന നേതാവ്. നമ്മളൊക്കെ തളർന്നു നിൽക്കും, നമുക്ക് ആവേശം പകരുന്ന നേതാവ്. K കരുണാകരൻ ഓടിയെത്തിയ ഒരുപാട് ഓർമ്മകൾ നമ്മൾ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PJ അവര അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ്, DCC സെക്രട്ടറിമാരായ NI ബെന്നി, TJ പീറ്റർ, നിഷ സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, NK ബിജു, മനോജ് കോക്കാട്ട്, സുരേഷ് രാജു, S ഷാജഹാൻ, CS മഹേഷ്, റോബിൻ മൈലാടി, VG സന്തോഷ് കുമാർ, PS ജേക്കബ്, PV അച്ചാമ, ഷാഹുൽ മങ്ങാട്ട്, KP റോയ്, ഷാനു ഷാഹുൽ, KG സജിമോൻ, ഫ്രാൻസിസ് കുറുന്തോട്ടി, ടോമി പാലയ്ക്കൻ, മണ്ഡലം പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ മാത്യു, മാർട്ടിൻ ജോസഫ്, സജയ് കുമാർ, രാജേഷ് ബാബു, MH സജീവ്, ശാലിനി ശശി, ബിന്ദു ദിനേശ്, നൌഷാദ് KH, MP അഷ്റഫ്, ജോർജ് ജോൺ, ഷരീഫ് പാറമല.
ഫിലിപ്പ് ജോമോൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോഡ് കൈയടക്കി വഴിയോര കച്ചവടം അധികൃതർ കണ്ണടയ്ക്കുന്നതായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ആരോപിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴ നഗരത്തിൽ വ്യാപകമായ രീതിയിൽ വഴിയോര കച്ചവടക്കാർ സ്ഥാനം പിടിക്കുന്നു. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഉന്തുവണ്ടിക്കാരും പെട്ടിയോട്ടോയും സ്ഥാനം പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി പരിശോധനകൾ നടത്തുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്ന നഗരസഭാ അധികൃതർ വഴിയോര കച്ചവടക്കാർക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ആരോപിച്ചു. നഗരവീഥികൾ പലതും ഉന്തുവണ്ടിക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഉന്തുവണ്ടി വഴിയോര കച്ചവടം അതിഭീകരമായിട്ട് നടക്കുകയാണ്. ഇതിനെതിരെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയും പോലീസും PWDയും സത്വരമായ നടപടിയെടുക്കണമെന്നാണ് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കും PWDക്കും പോലീസിനും ലെറ്റർ കൊടുത്തിരുന്നു. ഉന്തുവണ്ടി കച്ചവടവും മറ്റും സാധാരണ വ്യാപാരികൾക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലും അധികമായി നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വ്യാപാരമാന്ദ്യം ഉള്ള ഈ സമയത്ത് ഇതുപോലുള്ള പ്രവർത്തികൾ പരിസര പ്രദേശമായ പാലായിലും മൂവാറ്റുപുഴയിലും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് തൊടുപുഴയിൽ ഈ ഉന്തുവണ്ടി കച്ചവടവും പെട്ടി ഓട്ടോറിക്ഷയിലും വഴിയോര കച്ചവടവുമായിട്ട് വ്യാപാരികൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. ഇതിനെതിരെ മുനിസിപ്പാലിറ്റിയും പോലീസും PWDയും തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ട്രാക്ക് അങ്ങനെയുള്ള സന്നദ്ധ സംഘടനയുമായിട്ട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ ഓഫീസിലേക്ക് ഞങ്ങളൊരു മാർച്ചും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് തൊഴിൽ മർച്ചന്റ് അസോസിയേഷന്റെ ആവശ്യം. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത ഇടങ്ങൾ വഴിയോര കച്ചവടക്കാർക്ക് നഗരസഭാ അധികൃതർ നൽകി അവരെ ആ ഇടങ്ങളിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും നഗരസഭയിൽ നിന്നും കാർഡ് നൽകാത്ത ഉന്തുവണ്ടി കച്ചവടങ്ങൾ അവസാനിപ്പിക്കണമെന്നും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി പോൾ, ട്രഷറർ KH കനി, ജോസ് ആലപ്പാട്ട്, എവർഷെയ്ൻ, സെയ്ദ് മുഹമ്മദ് വടക്കേയിൽ, V സുവിരാജ്, ബെന്നി ഇല്ലിമൂട്ടിൽ, EA അഭിലാഷ്, സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ട് തടാകത്തിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ബോട്ടിംഗ് യാത്ര. നേരിമംഗലം വരെയാണ് സർവീസ് നടത്തുന്നത്. തട്ടേക്കാട് നേരിമംഗലം വനമേഖലയിലൂടെ പ്രകൃതിയും വന്യജീവികളെയും കണ്ടുകൊണ്ടാണ് ഭൂതത്താൻകെട്ട് മുതൽ നേരിമംഗലം വരെയുള്ള ബോട്ട് യാത്ര. ബോട്ടിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. ഭൂതത്താൻകെട്ടിൽ പെരിയാറിലൂടെയുള്ള ബോട്ടിംഗ് പുനരാരംഭിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ബോട്ടിംഗ് യാത്ര. നേരിമംഗലം വരെയാണ് സർവീസ് നടത്തുന്നത്. തട്ടേക്കാട് നേരിമംഗലം വനമേഖലയിലൂടെ പ്രകൃതിയും വന്യജീവികളെയും കണ്ടുകൊണ്ടാണ് ഭൂതത്താൻകെട്ട് മുതൽ നേരിമംഗലം വരെയുള്ള ബോട്ട് യാത്ര. ചെറുതും വലുതുമായ 10 ബോട്ടുകളാണ് ഉള്ളത്. 100, 50, 45, 42 സീറ്റുകൾ വീതമുള്ള 4 വലിയ ബോട്ടുകളും 10 സീറ്റുകളുള്ള ചെറിയ 5 ബോട്ടുകളും 8 സീറ്റുള്ള ഒരു ബോട്ടുമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. കൂടാതെ ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ചെറിയ ബോട്ടുകളിൽ 1 മണിക്കൂർ യാത്രയ്ക്ക് ഒരാൾക്ക് 200 രൂപ എന്ന നിരക്കിൽ 10 പേർക്ക് 2000 രൂപയും വലിയ ബോട്ടുകളിൽ 4000 രൂപയുമാണ് സർവീസ് ചാർജ്. ബോട്ടിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ SM അലിയാർ, CG ആന്റണി, ലത ഷാജി, ലാലി ജോയ്, ബീന റോജോ, മഞ്ജു സാബു, ബേസിൽ ബേബി, ഗോപി മുട്ടത്ത്, ഫാദർ അരുൺ വലിയതാഴത്ത്, കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്നിവർ പങ്കെടുത്തു. ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിനെതിരായി ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനാവശ്യമായ തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് ആന്റണി ജോൺ MLA നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി അടിയന്തരമായി ബോട്ടിംഗ് സർവീസ് പുനരാരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴയിലെ മാലിന്യ നിർമ്മാർജ്ജന രംഗം തകർന്നെന്ന് UDF കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചതുമൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുന്നതെന്ന് ജോസഫ് ജോൺ പറഞ്ഞു. പാറക്കടവിലെ ഉണങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ മറവിൽ ആരുടെയും മാലിന്യം ശേഖരിക്കുകയില്ലെന്ന നിലപാട് നഗരസഭ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. വർഷങ്ങളായി സുഗമമായ മാലിന്യ ശേഖരണവും കൈയൊഴിയിലും നടത്തിയിരുന്ന തൊടുപുഴ നഗരസഭയിൽ മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുകയും പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും UDF നഗരസഭാ കൗൺസിലർമാർ ആരോപിച്ചു.
ഒരു കാലത്ത് മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന തൊടുപുഴ നഗരത്തെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി മാലിന്യ വിമുക്തിയിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു. അതിനിടയിലാണ് മാലിന്യ സംസ്കരണ രംഗം മന്ദഗതിയിലായിരിക്കുന്നത്. നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ പാറക്കടവിൽ എത്തിക്കുകയും അത് സംസ്കരിക്കാൻ പ്രത്യേക പദ്ധതി ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി 2 കോടി രൂപ മുടക്കി മാലിന്യ സംസ്കരണത്തിനുള്ള കമ്പോസ്റ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ കെട്ടിട നിർമ്മാണവും നടത്തി. എന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ലെന്നും കുറ്റപ്പെടുത്തി. ബൈറ്റ് ഈ കച്ചവടക്കാരുടെ സ്ഥാനത്ത് കടകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടിരുന്ന മാലിന്യ ശേഖരണം അവസാനിപ്പിച്ചിരിക്കുന്നു. മാർക്കറ്റിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ട്. അത് നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും പച്ചക്കറി വേസ്റ്റ് വരും, 2-3 ലോഡ് കാണും. ആ സാധനം കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റിലിട്ടാണ് കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ പ്ലാന്റ് കൂട്ടി താലൂക്ക് ആശുപത്രിയിലെ പ്ലാന്റ് കൂട്ടി. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിൽ ഈ സാധനം ആളുകൾക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ, സാധനം ഒന്നെങ്കിൽ ആറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയോ ഒക്കെയോ ഡിസ്പോസ് ചെയ്യാൻ ആളുകൾ തന്നെ, അതായത് കച്ചവടക്കാരും അതുപോലെ തന്നെ വീട്ടിലുടമസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കാരണം ഇതുപോലെ ഒരു വലിയ ടൗണിന്, ആ ടൗണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇത് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പാലക്കാട് വരുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമൈനിങ്, അതായത് പണ്ട് ആ ഉണക്കിയിട്ടിരിക്കുന്ന ഒരു സൈഡിൽ 3 ആക്കിയിട്ടിരിക്കുന്ന സാധനം അവിടുന്ന് നീക്കം ചെയ്യാനുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തൊടുപുഴ നഗരത്തെ വിമുക്തമാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. വീടുകളിൽ നിന്നും മാലിന്യ ശേഖരണം നിർത്തലാക്കി. ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരണവും നിർത്തലാക്കിയിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാറക്കടവിലെ ഉണങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിന്റെ മറവിൽ ആരുടെയും മാലിന്യം ശേഖരിക്കുകയില്ലെന്ന നിലപാട് നഗരസഭ പുനഃപരിശോധിക്കണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നടന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ആവേശമായി. കോളേജിലെ മാർ ഗ്രിഗോറിയസ് ജേക്കബിറ്റ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം നടന്നത്. കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഭക്തിയും ആഘോഷവും നിറച്ച് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകി കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നടന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ആവേശമായി. കോളേജിലെ മോർ ഗ്രിഗോറിയോസ് ജേക്കബിറ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം നടന്നത്. കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. കൊച്ചി മെഡിക്കൽ ഹബ്ബാണ് നിങ്ങൾക്കറിയാം. ഈ സമയത്ത് അദ്ദേഹം സർജിക്കൽ ടേബിളിലാണ്. ഈ കലാലയവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചു വളർന്ന് നാഗ്പൂർ പോയി അദ്ദേഹത്തിൻ്റെ നല്ല ഒക്കെ രൂപം കൊടുത്ത ഒരു നല്ല യുവാവാണ്. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ചെറിയൊരു ആരോഗ്യ പ്രശ്നം, അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കുക. ഏതാണ്ട് 9:30 മണിക്ക് അദ്ദേഹം കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കേണ്ടുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രതിഫലം, ഇതിൻ്റെ ഒരു ചെറിയ തുക എന്ന് പറയുന്നത് 14 ലക്ഷം രൂപ പ്രതിഫലം കൊടുത്തിട്ട് MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. MGJSM ടീച്ചർ ഇൻചാർജുമാരായ അനു ജോർജ്, ജെസി വർഗീസ്, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മുനീറ അഷ്റഫ്, MGJSM MA കോളേജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിയ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. കോളേജിലെ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ക്രിസ്മസ് കരോൾ ഗാനാലാപനവും സ്കിറ്റും പുൽക്കൂട നിർമ്മാണ മത്സരം, മാർഗംകളി മത്സരം എന്നിവയും അരങ്ങേറി. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിച്ചും പപ്പായുടെ തൊപ്പിയും മുഖംമൂടിയണിഞ്ഞും ആട്ടവും പാട്ടും ആരവങ്ങളുമായി വിദ്യാർത്ഥികൾ ചുവടുവെച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടിയിൽ കുട്ടികൾക്ക് ക്രിസ്മസ് ദിന സന്ദേശം നൽകുകയും ക്രിസ്മസ് കേക്കിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മാത്യു കളത്തിപ്പറമ്പിൽ ക്രിസ്മസ് ആശംസകൾ നേരുകയും കുട്ടികൾക്കായി ഒരുക്കിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു.
കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ ജോ മാത്യു സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ കുട്ടികൾക്ക് ക്രിസ്മസ് ദിന സന്ദേശം നൽകുകയും ക്രിസ്മസ് കേക്കിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ക്രിസ്മസിനായിട്ട് നൽകിയുള്ള അതിൻ്റെ പ്രത്യേകമാണ് അഭിനയിക്കുന്നത് കുറേ കാര്യങ്ങൾ അതായത് ചുരുങ്ങിയ വാക്കുകളിൽ ക്രിസ്മസ് എന്താണ് നമ്മൾ ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തി അതിനെ പ്രത്യേകമാണ് അഭിനയിക്കുന്നത്. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മാത്യു കളത്തിപ്പറമ്പിൽ ക്രിസ്മസ് ആശംസകൾ നേടുകയും കുട്ടികൾക്കായി ഒരുക്കിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ജോബി ജോർജ്, വിദ്യാർത്ഥി പ്രതിനിധി അൻസ് മരിയ ബിജു തുടങ്ങിയവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. കുട്ടികൾക്കായി അധ്യാപകർ ചേർന്ന് ആലപിച്ച കരോൾ ഗാനം പരിപാടിയെ വ്യത്യസ്തമാക്കി. തുടർന്ന് കുട്ടികളുടെ കരോൾ ഗാന മത്സരവും ക്രിസ്മസ് പാപ്പ മത്സരവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം ഹെഡ്മാസ്റ്റർ നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് സാർബി അഗസ്റ്റിൻ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു. പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ, അധ്യാപക, അനധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം നടന്നു. മാനേജർ ഫാദർ ജോസ് പൊതൂർ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോൺസൺ വാമറ്റത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ജ്യോതിഷ് പൈകട, ഹെഡ്മാസ്റ്റർ സോണി മാത്യു, ഫാദർ ജോർജ് എടത്തല, MPTA പ്രസിഡന്റ് സജ്മീർ റഷീദ്, സീനിയർ ടീച്ചർ ടീഷ കുര്യൻ തുടങ്ങിയവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം നടന്നു. മാനേജർ ഫാദർ ജോസ് പൊതൂര് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ ഉപന്യാസം കാണിച്ചുകൊണ്ടിരുന്നത് നന്നായി പഠിപ്പിക്കാനായിട്ട് സമൂഹത്തിലായ എല്ലാത്തിനുള്ള നിയമമുണ്ട് അല്ലെ? ആ നിയമം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം. പരിപരിധി വരെ സമൂഹത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. അതിന് വിരുദ്ധമായിട്ട് പോകുമ്പോഴൊക്കെ അവര് വഴിയൊക്കെ അസ്വസ്ഥത ഉണ്ടാവും. സ്കൂൾ ടൈമിൽ നമുക്ക് എന്തെങ്കിലും തോന്നിയ ഐസ്ക്രീം മേടിക്കണമെന്ന് തോന്നി, ഐസ് മേടിക്കണമെന്ന് തോന്നി, പുറത്തേക്ക് പോകുന്നത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമോ ചെയ്യുമ്പോൾ ക്ലാസിന്റെ അന്തരീക്ഷം. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോൺസൺ വാമരത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ജ്യോതിഷ് പൈകട, ഹെഡ്മാസ്റ്റർ സോണി മാത്യു, ഫാദർ ജോർജ് എടത്തല, MPTA പ്രസിഡന്റ് സജ്മി റഷീദ്, സീനിയർ ടീച്ചർ ടീഷ കുര്യൻ തുടങ്ങിയവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. തുടർന്ന് ക്രിസ്മസ് കരോൾ ഗാന മത്സരവും ക്രിസ്മസ് പപ്പ മത്സരവും നടന്നു. പിന്നീട് എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം ചെയ്തു. അതിനുശേഷം സെന്റ് ജോർജ് വിദ്യാസംഘത്തിന്റെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളും സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത സമൂഹ നൃത്തവും അരങ്ങേറി. പരിപാടികൾക്ക് അധ്യാപകരായ ജിമ്മി ജോസ്, മനോജ് ബേബി, ഡോൺ വി തോമസ്, സിസ്റ്റർ ബിജിമോൾ ജെയിംസ്, ജെയ്ജോ ജോസ്, രമ്യ ജോസ്, മേഴ്സി ജോൺ, ജാസ്മി നാംബീഗം, ലൈബി ജോർജ്, സ്മിത ജേക്കബ്, ബിസ്മി സജി, ജോഷി മാത്യു, ജോജു ജോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം നടത്തി.
തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം നടത്തി. രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ നിർവഹിച്ചു. തൊടുപുഴയുടെ വികസന ശില്പി PT തോമസ് ആണെന്നും 1991 PT തോമസ് തൊടുപുഴയിൽ നിന്ന് MLA ആയി വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന തൊടുപുഴ ഉണ്ടാവില്ലായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും അനുഗ്രഹീയമായ ഒരു പാരമ്പര്യം നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ സംസ്ഥാനത്തും മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നൽകിയ നേതാവായിരുന്നു. തൊടുപുഴയുടെ വികസന നായകനാണ് തോമസ്. തൊടുപുഴയുടെ വികസനമൊക്കെ ഒരുപാട് അവകാശവാദികൾ ഉണ്ടെങ്കിൽ പോലും വികസനം തൊടുപുഴയിൽ നടക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് തൊടുപുഴയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടായത് PT തോമസ് MLA ആയ ശേഷം. തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. VE താജുദ്ദീൻ, N. രവീന്ദ്രൻ, ജാഫർ ഖാൻ മുഹമ്മദ്, ജോയി മൈലാടി, KG സജിമോൻ, CS മഹേഷ്, മനോജ് കോക്കാട്ട്, റോബിൻ മൈലാടി, S. ഷാജഹാൻ, MH സജീവ്, PV അച്ചാമ, ബിന്ദു ദിനേശ്, ശാലിനി ശശി, അക്ബർ ചിയ്യൽ, ജോസ്ലറ്റ് മാത്യു, ബാബു ചാമക്കാല, സാജു, ലെനിൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഓത്താർ സ്പോർട്ടിംഗ് ക്ലബ് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ജനുവരി മാസം 14-ാം തീയതി തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ടൂർണമെന്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സണ്ണീഷ് ജോർജ് നിർവഹിച്ചു. സീസൺ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ അല്ലസർ ഗ്രൂപ്പ് ഡയറക്ടർ ഫൈജാസ് മൂസയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജാഫർ ഖാൻ മുഹമ്മദ്, PA ഷംസുദ്ദീൻ, ക്ലബ്ബ് പ്രസിഡന്റ് കുഞ്ഞുതമ്പി, സെക്രട്ടറി ജിബു K. ജലാൽ, ക്ലബ്ബ് അംഗങ്ങൾ, പ്രമുഖ വ്യക്തികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഭവം ഇത് ചാക്കടിക്കുന്നു. എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനുള്ള മനസ്സും അതിനൊരു വലിയൊരു സംവിധാനത്തിലേക്ക് തുടക്കം കൊടുക്കുക. അതാണ് സാമൂഹ്യ സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ ടൂർണമെൻറ്റിൽ ഓരോ ദിവസവും ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ആദരവ് കൊടുത്തുകൊണ്ട് അവരെ ഈ കളിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ ടൂർണമെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൂട്ടം യുവാക്കൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൻ്റെ വിശാലതയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇതൊരു നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെയും എല്ലാ ജനങ്ങളെയും കോർത്തിണക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് വരുന്നത്. സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന ഈ രീതിയിലുള്ള കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ കോർത്തിണക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ക്ലബിൻ്റെ തുടക്കം മുതൽ എന്നീ നാളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൂർണമെൻറ്റ് നടത്തുകയും അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും വരികയായി ആദ്യം തൊട്ടിൽ അവസാനം നടന്ന ഒരു പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മനസ്സ് കാണിക്കുന്ന ഈ പ്രദേശത്തെ ആളുകളോടെല്ലാം ഒരു വിജയകരമായി മാറ്റുവാൻ രണ്ടാമത് നടക്കുന്ന തൊടുപുഴ മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷനിൽ സന്ദർശക പ്രവാഹം. പൊതു അവധി ദിവസങ്ങൾക്ക് പുറമെ ക്രിസ്മസ് വെക്കേഷൻ കൂടി ആരംഭിച്ചതോടെ കുടുംബസമേതം നിരവധി പേരാണ് എക്സിബിഷനിലേക്ക് ഒഴുകിയെത്തുന്നത്.
തൊടുപുഴ മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷനിൽ സന്ദർശക പ്രവാഹം. പൊതു അവധി ദിവസങ്ങൾക്ക് പുറമെ ക്രിസ്മസ് വെക്കേഷൻ കൂടി ആരംഭിച്ചതോടെ കുടുംബസമേതം നിരവധി പേരാണ് എക്സിബിഷനിലേക്ക് ഒഴുകിയെത്തുന്നത്. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾക്കൊപ്പം ആവേശകരമായ റൈഡുകളും ഗെയിമുകളും, വിജ്ഞാനം വിളിച്ചോതുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പവലിയൻ അമ്യൂസ്മെന്റ് പാർക്ക്, ആകാശത്തൊട്ടിൽ, ഡ്രാഗൺ ഡ്രൈവ്, മഹാരാജ ട്രെയിൻ, ടോറോ, മഡ്ഗാസർ ഷോ, ഫുഡ് സ്റ്റാൾ എന്നിവ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷവേളകൾക്ക് പുതിയ വിസ്മയം തീർത്താണ് തൊടുപുഴയിൽ മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ ദിവസേന 4 മുതൽ 9:30 വരെയാണ് പ്രദർശന സമയം. എന്റർടൈൻമെന്റ് ഡെസ്ക്, BBC ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരിയിൽ നടന്ന സമ്മേളനം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 13ാമത് ചരമവാർഷികം ആചരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ട് തടാകത്തിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ബോട്ടിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തൊടുപുഴയിലെ മാലിന്യ നിർമ്മാർജ്ജന രംഗം തകർന്നെന്ന UDF കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചത് മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുന്നതെന്നും ജോസഫ് ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാടകം ക്രിസ്മസ് ആഘോഷത്തിൽ. വിവിധ വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.